അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? ഇത്രകാലം സുഖം തന്ന റബ്ബിന് സ്തുതി. ഈ വർണ്ണാഭമായ വേദി നമ്മെ കുളിരണിക്കുന്നില്ലേ? അതെ, ആ കുളിരും സൗഖ്യവും ഒക്കെ ലഭിക്കാൻ കാരണക്കാരനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്ക ജീവിതത്തിലെ അത്ര സുഖകരമല്ലാത്ത ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. മേഘങ്ങൾ ചുംബിക്കുന്ന പർവ്വതനിരകൾക്ക് മുകളിൽ പ്രകൃതി ഒരുക്കിയ ഒരു പച്ചപ്പാണ് ത്വായിഫ്. ആ ത്വായിഫിനെ വേദനിപ്പിച്ച ഒരു സംഭവം ഞാൻ പറയാം. മക്ക ജീവിതം ദുസ്സഹമായ കാലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തണലായിരുന്ന അബൂ ത്വാലിബും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും വഫാത്തായിരിക്കുന്നു. മക്കക്കാർ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ പ്രത്യാശയുടെ ഒരു കച്ചിത്തുരുമ്പ് തേടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയുടെ പുറത്തുള്ള ത്വായിഫിലേക്ക് തിരിച്ചു. കൂടെ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. 10 ദിവസത്തോളം അവിടുന്ന് ത്വായിഫിൽ പ്രബോധനം നടത്തി. ത്വായിഫിലെ പ്രമാണികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചു എന്ന് മാത്രമല്ല, തെമ്മാടികളെയും കുട്ടികളെയും വിളിച്ച് എൻ്റെ മുത്തിനെ കല്ലെറിയാൻ പറഞ്ഞു വിട്ടു. അവർ പ്രവാചകനെ കല്ലെറിയുകയാണ്. ആ ആദരണീയമായ ശരീരത്തിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദരക്ഷകളിൽ നിന്ന് രക്തം കട്ടപ്പിടിച്ച് കാലുമായി ഒട്ടിപ്പിടിച്ചു. വേദന കൊണ്ട് നടക്കാൻ കഴിയാതിരുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൈപിടിച്ചുയർത്തി ആ കശ്മലർ നിർബന്ധിച്ച് നടത്തിച്ചു. വീണ്ടും കല്ലെറിഞ്ഞു. അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തോട്ടത്തിൽ അഭയം പ്രാപിച്ചു. അവിടുന്ന് ആകാശത്തേക്ക് നോക്കി റബ്ബിനോട് എഴുതുക, റബ്ബേ, എൻ്റെ ബലഹീനതയും നിസ്സഹായതയും ഞാൻ നിന്നോട് പറയുന്നു. ഇങ്ങനെ തുടരുന്ന വികാരഭരിതമായ പ്രാർത്ഥന. ഇത് കേട്ടത് മലകളുടെ മാലാഖമാരെയും കൂട്ടി ജിബ്രീൽ അതാ തിരുമേനിയുടെ സന്നിധിയിൽ. അവർ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങ് വിഷമിച്ചിരിക്കുന്നു, പ്രയാസം ഭവിച്ചിരിക്കുന്നു. അങ്ങൊന്ന് ആജ്ഞാപിക്കുകയാണെങ്കിൽ ത്വായിഫിലെ ഈ 2 മലകൾക്കിടയിൽ വെച്ച് അവരെ ഞാൻ ചതച്ചു കളയാം. മുട്ടുമടക്കിയിരിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മുറിവുകളിൽ നിന്നൊലിക്കുന്ന രക്തം തുടച്ചുകൊണ്ട് പറഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും കരുണയായ വചനമാണിത്. ലാർജു, വേണ്ട വേണ്ട ജിബ്രീൽ, ഞാനത് ആഗ്രഹിക്കുന്നില്ല. അവരെ നശിപ്പിക്കരുത്. ഇന്ന് അവർ സത്യം അംഗീകരിക്കുന്നില്ലെങ്കിൽ പിൻതലമുറയിൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു ജനവിഭാഗം വരും എന്നാണ് എൻ്റെ ആഗ്രഹം. സമയം വൈകിയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്സഹായത കണ്ട് ആക്രമികളുടെ കൂട്ടത്തിലെ ഒരു തോട്ടത്തിൻ്റെ ഉടമ തൻ്റെ അടിമയുടെ പക്കൽ അല്പം മുന്തിരി കൊടുത്തുവിട്ട് മുഹമ്മദിന് കൊടുക്കാൻ പറഞ്ഞു. മുന്തിരിയുമായി വന്ന ആ അടിമ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തനിക്ക് നൽകിയ മുന്തിരി നീട്ടി. ദാ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്ന് പുഞ്ചിരി തൂകി. വേദനയറ്റ ശരീരത്തിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യം ഉണർന്നു. മോന്റെ പേരെന്താ? അദ്ദാസ്. മോന്റെ നാടോ? നീനവ. നീനവയിലോ? അതെ, അങ്ങക്ക് വല്ല പരിചയവും? അടിമയായ അദ്ദാസിന്റെ മുഖത്തൊരു ജിജ്ഞാസയുടെ വെട്ടം. ഓ, അറിയാതെ? എൻ്റെ യൂനുസ് ബിൻ മത്തായിയുടെ നാടല്ലേ? യൂനുസിന് എങ്ങനെ പരിചയം? ഞാനും യൂനുസും സഹോദരങ്ങളാണ്, നബിമാരുമാണ്. യൂനുസ് നബിയുടെ പരിശുദ്ധി നേരത്തെ മനസ്സിലാക്കിയ അദ്ദാസിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുപ്പം. ഇത് മനസ്സിലാക്കിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുന്തിരി വാങ്ങി ഉച്ചത്തിൽ ചൊല്ലി, ബിസ്മില്ലാഹ്. ആ ബിസ്മി കുറുക്കിക്കൊണ്ട് അങ്ങെന്താണ് പറഞ്ഞത്? ഈ പറച്ചിൽ ഞാൻ യൂനുസിലും കേട്ടിരുന്നു. ഓ, അതോ, അത് ഏകയിലാകുന്ന സർവ്വസമയത്തും നമുക്ക് വേണ്ടതെല്ലാം നൽകുന്ന അള്ളാഹുവിനെ കൊണ്ട് തുടങ്ങിയതാണ്. അങ്ങയുടെ റബ്ബിനെ കുറിച്ച് പറഞ്ഞു തരുമോ? പിന്നെന്താ, നുബുവത്തിന് ആ നാവിൽ നിന്നും അള്ളാഹുവിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു കൊടുത്തു. ഒട്ടും വൈകിയില്ല. അദ്ദാസ് ഉരവിട്ടു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇസ്ലാമിന്റെ ഷഹാദല തീരത്ത് അദ്ദാസും ചേർന്നു. അൽഹംദുലില്ലാഹ്,
സ്നേഹിതരെ, ത്യാഗത്തിൻ്റെയും അർപ്പണത്തിൻ്റെയും പ്രതീകമാണ് തിരുദൂതർ. ആക്രമിച്ചവനെ പോലും ചേർത്ത് പിടിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. നാഥൻ ഉദവി നൽകട്ടെ. ആമീൻ എന്ന ദുആവസ്യത്തോടെ ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.